നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ബെയ്ത്ത് ഇസ്രയേൽ ഇന്റർനാഷണൽ, പിന്നെ ഗഡി എഫ്ഐഎം എന്നിവരുടെ ചില കുറിപ്പുകളാണ്. അതെ, പഴയ നിയമത്തിലെ യോസേഫിന്റെ കഥയെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇവർ തരുന്നത്. ശരിയാണ്. ഇതൊരു സാധാരണ കുടുംബകഥയായിട്ടല്ല ഇവർ കാണുന്നത്. അല്ലേയല്ല, മറിച്ച് വിമോചനത്തിന്റെ ഒരു രൂപരേഖ അഥവാ ബ്ലൂ പ്രിന്റ് ഓഫ് റിഡംഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് വഞ്ചനയും കഷ്ടപ്പാടും നിറഞ്ഞ യോസേഫിന്റെ ജീവിതം ഒരു ദൈവിക പദ്ധതിയായി മാറുന്നത്? അദ്ദേഹം എങ്ങനെ വിമോചനത്തിന്റെ എഞ്ചിനീയർ ആവുന്നു? നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. കഥ തുടങ്ങുന്നത് യോസേഫിന്റെ അച്ഛനായ യാക്കോബിൽ നിന്നാണ്. അദ്ദേഹം ആഗ്രഹിച്ചതെന്താ? ഒരൽപ്പം സമാധാനം. അതെ, കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ. പക്ഷേ റാഷിയുടെയും ഗഡി എഫ്രൈമിന്റെയും കുറിപ്പുകളനുസരിച്ച് ഈ ലോകം വിശ്രമിക്കാനുള്ള ഒരിടമേ അല്ല. അതെന്താ അങ്ങനെ പറയുന്നേ? നടക്കുക എന്നതാണ് ദൗത്യം. അതുകൊണ്ട് യാക്കോബിനെ പോലെയൊരു നീതിമാന് വിശ്രമിക്കാൻ പറ്റില്ല. എപ്പോഴും പുതിയ ദൗത്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ഉയർച്ചയ്ക്ക് മുമ്പുള്ള ഒരു താഴ്ച പോലെ. ഓ, അപ്പോ യാക്കോബിന്റെ ദൗത്യം പൂർത്തിയാകാൻ ഈജിപ്തിലെ പ്രവാസം ആവശ്യമായിരുന്നു എന്നാണോ? അതെ, ലൂബവീച്ചർ റബ്ബി പറയുന്നതുപോലെ ഈ ലോകത്ത് യഥാർത്ഥ സമാധാനം ഒരു മിഥ്യയാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു ഭാഗം വരുന്നത്. മിദ്രാഷ് തഞ്ചുമയിലെ ഒരു ഉപമയുണ്ടല്ലോ. യാക്കോബ് തീയും യോസഫ് ജ്വാലയും. അതെ, യാക്കോബ് തീ, ഫയർ ആണ്, യോസേഫ് ജ്വാലയും, ഫ്ലെയിം. പിന്നെ ഏസാവ് വൈക്കോലും. ജ്വാലയാണ് തീയിനെ ദൂരേക്കെത്തിക്കുന്നത്. ബെയ്ത്ത് ഇസ്രായേൽ ഇന്റർനാഷണൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. അതായത്, യാക്കോബിന്റെ ജ്ഞാനമാകുന്ന തീയെ യോസഫ് ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു ഊർജമാക്കി മാറ്റുന്നു, ഒരു ജ്വാലയാക്കി മാറ്റുന്നു. അന്ധകാരത്തിലേക്ക് പോയിട്ടും സ്വയം കെട്ടുപോകാത്തൊരു ജ്വാല. എക്സാക്ട്ലി. ഗുഡി എഫ്രായിം ഇതിനെ ആത്മീയ സാങ്കേതിക വിദ്യ എന്നാണ് വിളിക്കുന്നത്. ടിക്കൂൻ ഒലം, അതായത് ലോകത്തെ നന്നാക്കൽ എന്നതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു മിനിറ്റ്, അപ്പൊ യൂസേഫിന്റെ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ, അതായത് കിണറ്റിൽ വീണതും ജയിലിൽ കിടന്നതും, അതൊക്കെ ഈ പറഞ്ഞ പദ്ധതിയുടെ ഭാഗമായിരുന്നോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സോഹർ പറയുന്നത് നീതിമാന്മാരുടെ കഷ്ടപ്പാടുകൾ ലോകത്തെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ശുദ്ധീകരിക്കുന്നോ? അതെ. ബാൽ ഷെംടോവ് ഇതിനെ ഉയർച്ചയ്ക്കു വേണ്ടിയുള്ള ഇറക്കമെന്ന് വിശേഷിപ്പിക്കുന്നു. അതായത് ഡിസെന്റ് ഫോർ ദ സേക്ക് ഓഫ് അസെന്റ്. ഓ, യോസേഫിന്റെ ഓരോ പരീക്ഷണവും ഓരോ വീഴ്ചയും സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ബെയ്ത്ത് ഇസ്രായേൽ അദ്ദേഹത്തെ വിമോചനത്തിന്റെ കഷ്ടതയനുഭവിക്കുന്ന എഞ്ചിനീയർ എന്ന് വിളിക്കുന്നത്. അതെ, ഓരോ വഞ്ചനയും ഒരു ദൈവിക അൽഗോരിതമായി മാറുകയായിരുന്നു. അപ്പോ ഇതിൽ നിന്നെല്ലാം നമുക്ക്, അതായത് സാധാരണക്കാർക്ക്, എന്താണ് മനസ്സിലാക്കാനുള്ളത്? നല്ല ചോദ്യം. ബെയ്ത്ത് ഇസ്രായേൽ പറയുന്നത് ഓരോ തലമുറയിലും, ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും യോസേഫിന്റെ അംശങ്ങളുണ്ട് എന്നാണ്. ഓരോ വ്യക്തിയിലുമോ? ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും വഞ്ചിക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, ആ കഷ്ടപ്പാടുകളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളിൽ ആ യോസേഫിന്റെ അംശം പ്രവർത്തിക്കുകയാണ്. ശരി. കോൽ ഹട്ടോർ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്, സ്വന്തം സഹോദരന്മാർക്കു പോലും യോസേഫിനെ ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ശരിയാണ്. അതുപോലെ മിക്കപ്പോഴും ഈ ദൗത്യം നമ്മളിൽ മറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഓദ് യോസേഫ് ചായ്, അതായത് യോസേഫ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് ഇത്രയധികം അർത്ഥമുള്ളത്. ആ ജ്വാല ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ യോസഫിന്റെ കഥ ഈയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അതൊരു കുടുംബ നാടകത്തിൽ നിന്ന് കഷ്ടപ്പാടുകൾക്കർത്ഥം നൽകുന്ന, അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന ഒരു വലിയ പ്രപഞ്ച പദ്ധതിയായി മാറുന്നു. അതെ, ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഗൊഡി എഫ്രൈം പറയുന്നതനുസരിച്ച് പ്രവാസത്തിൽ കഴിയുന്ന ഓരോ ആത്മാവിലും യോസഫിന്റെ ഒരു ജ്വാലയുണ്ട്. ഓരോ വ്യക്തിയുടെ ഉള്ളിലുമുള്ള ഈ ജ്വാല ഉണരുമ്പോഴാണ് യഥാർത്ഥ വിമോചനം സംഭവിക്കുന്നത്. ശരി. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും ശിഥിലമെന്നും അന്യായമെന്നും തോന്നുന്ന ഈ ലോകത്ത് നിങ്ങളുടെ ഉള്ളിലെ ആ യോസഫിന്റെ ജ്വാലയെ തിരിച്ചറിഞ്ഞു ഉണർത്തുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും?